ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. മുട്ടയും ബ്രെഡും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ സാൻഡ്വിച്ച് ചെയ്യേണ്ട സവാളയും പച്ചമുളകും ഒരു ചൊടക്ക് വിടുന്ന ഗ്യാപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കാം. രുചിയുടെ കൂട്ടുകാരനായ സാൾട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള സാധനം മുട്ടയാണ്. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല അടിച്ച് പതപ്പിച്ചെടുക്കണം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു തവയോ നോൺ സ്റ്റിക്കിൻ്റെ പാനോ എടുത്ത് വെക്കാം. അതിലാവശ്യമുള്ള നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. തവയും ഓയിലും ചൂട് വന്നതിന് ശേഷം 2 ബ്രെഡ് നമുക്ക് ചേർത്തൊന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ 4 ബ്രെഡാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തത്. അതേ പാനിൽ തന്നെ ശകലം ഓയിൽ കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം കലക്കി റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറേ കുരുമുളക് പൊടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റെഡി ചെയ്ത് ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിനെ ഒന്ന് 2 സൈഡായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. 2 സൈഡിൽ ഇരിക്കുന്ന ആ മുട്ടേനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ 2 വശവും നമുക്കൊന്ന് വേവിച്ചെടുക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് നമുക്ക് റെഡിയാവും. കട്ട് ചെയ്തെടുത്ത സാൻഡ്വിച്ചിന് ഒന്ന് സോസ് ഒഴിച്ച് കഴിച്ച് നോക്കണം മക്കൾ. അടിപൊളി അടാർ ഐറ്റമാണ് കേട്ടോ. അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റ ബൈ, സീ യു.